ആളെവിടെ? ഈ ഹോട്ടലിലുണ്ട്. തന്നെയാണോ അവൾ വന്ന് കയറിയത്? ആ പെണ്ണ് മുറിക്കകത്ത് കയറുന്നത് ഞാൻ കണ്ടതല്ലേ സാർ. എട്ടാം നമ്പർ റൂമിൽ ആരാണ് താമസിക്കുന്നത്? ഒരു മിസ് പ്രഭാവതി. പ്രഭാവതിയോ? എന്നിട്ട് അവരെവിടെ? പ്രഭാവതി തന്നെ. അവരിപ്പൊ തന്നെ കൊച്ചിൻ എക്സ്പ്രസിന് പോകാൻ വേണ്ടി ഇറങ്ങിയുള്ളൂ. വരൂ, വേഗം പോകാം. ആ പെണ്ണ് നമ്മളെ വെട്ടിക്കുന്ന ലക്ഷണമാണല്ലോ സാറേ കാണുന്നത്. ഹോട്ടലിലും വേറെ പേരാണല്ലോ പറഞ്ഞത്. തീർച്ചയായും ആ കൊലപാതകവുമായി അവർക്ക് ബന്ധം കാണും. ഇതുവരെയുള്ള തെളിവുകളെല്ലാം അതാണ് സൂചിപ്പിക്കുന്നത്. അറോമ ഹോട്ടലിൽ നിന്നും ഒരു സ്ത്രീയെ കൊണ്ടുവന്ന ഏത് കാറിലാണ്? ഞാനാണ് സാർ കൊണ്ടുവന്നത്. എങ്ങോട്ട് പോയി? അവർ കൊച്ചിൻ എക്സ്പ്രസിൽ കയറി ഇപ്പോഴങ്ങോട്ട് പോയി. ഡ്രൈവർ ബ്രേക്ക് കയറിക്കൊള്ളു, ഞാൻ ഓടിക്കാം. നമുക്ക് വേഗം ചാലക്കുടിയിലെത്തണം. വേഗം ചാലക്കുടിയിലെത്തണം. ഡ്രൈവർ, വണ്ടി കൊണ്ടുപോയിക്കല്ലോ. എന്തെങ്കിലും പാസുണ്ട്, കയറിക്കൊണ്ട്.
സ്റ്റേഷനിലും വണ്ടി നിൽക്കുമ്പോഴേ നമ്മൾ ഇറങ്ങിപ്പോയാൽ എന്ത് ചെയ്യും? വണ്ടി നിൽക്കുന്നിടത്തെല്ലാം നമ്മൾ ഉറങ്ങും. ബാക്കിയുള്ള കമ്പാർട്ട്മെന്റ്സ് എല്ലാം ഒന്ന് പരിശോധിക്കുകയും വേണം. ആ, കാണുന്നില്ലല്ലോ. എവിടെയെങ്കിലും കാണും. എനിക്കൊരു സംശയം, നമ്മളിങ്ങനെ പൊയ്ക്കോണ്ടിരുന്ന ഇത് എവിടെ ചെന്ന് നിൽക്കും? കലാവധി കാണുന്നിടത്ത് എന്ന് നിൽക്കും. അയ്യോ, അപ്പൊ കണ്ടില്ലെങ്കിലും കാണാതിരിക്കാൻ നിവൃത്തിയില്ലല്ലോ. അപ്പൊ അതുവരെയ്ക്ക് എനിക്ക് വീട്ടിൽ നോക്കൂല്ലോ സാറേ? വീട്ടിൽ പോയാൽ കൂടെ കൂടെ വരേണ്ടതായി വരും. നിങ്ങൾക്ക് മാത്രമേ കലാവധി പരിചയമുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എന്റെ കൂടെ ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അയ്യോ സാറേ, എനിക്കത് പറ്റില്ല. എനിക്ക് വീട്ടിൽ പോകണം. വീട്ടിലവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ. അതൊന്നും സാരമില്ല. തൽക്കാലം നമുക്ക് മദ്രാസിലേക്ക് പോകാം. അവിടെ ചെന്നിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കും. ഇങ്ങനെ പോകണം. എന്റെ പൊന്നുകാരാ, ഞാനില്ല. ഒരു പോലീസ് ഉദ്യോഗസ്ഥനോടാണ് സംസാരിക്കുന്ന കാര്യം നിങ്ങൾക്കറിയാമോ? ഭഗവാന് ഗുരുവായൂരപ്പ, നമുക്ക് പറ്റിയ ഒരു പറ്റ. ഏതായാലും അകപ്പെട്ട് പോയില്ലയോ. മദ്രാസെങ്കിൽ മദ്രാസ്. അവളോട് ഒരു വാക്ക് ചോദിച്ചു പോലുമില്ല. ഞാൻ മോളിക്കെടുക്കണം. പറഞ്ഞതുപോലെ ആളിനെ കണ്ടു. കാര്യം സാധിച്ചു. പ്രധാനമായ ഒരു കാര്യം പറയാനാണ് ഞാനിപ്പോൾ വിളിച്ചത്. കഴിഞ്ഞ ദിവസം എന്നോടൊന്നിച്ച് കൊച്ചിൻ എക്സ്പ്രസിൽ വന്ന ആൾ ഇന്ന് മദ്രാസിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. അയാളോടൊന്നിച്ച് വേറൊരാളുണ്ട്. സൂക്ഷിക്കണം. അവരെന്നെ കണ്ടെങ്കിലോ എന്ന് സംശയിച്ച് ഞാൻ തൃശ്ശൂർ ഇറങ്ങിയിരിക്കുകയാണ്. വൈകുന്നേര വണ്ടിക്ക് ഞാൻ വരുന്നുണ്ട്. യെസ്, താങ്ക് യു. കൊച്ചിൻ എക്സ്പ്രസിൽ ഫസ്റ്റ് ക്ലാസ് സിയിൽ ആരെല്ലാം യാത്ര ചെയ്ത് നോക്കൂ. മാധവ് മേനോൻ, ഉണ്ണിക്കണ്ണൻ നായർ, ശേഖരൻ, പ്രിയംവദ. പ്രിയംവദയോ? അവൾ ഇവിടെയും പേര് മാറ്റിയാണല്ലോ കൊടുത്തിരിക്കുന്നത്. മിസ് പ്രിയംവദ, സൗത്ത് ഇന്ത്യൻ ലേഡീസ് ക്ലബ്, ടി നഗർ, മദ്രാസ് 17.
നിൽക്കുന്ന ആളെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ട്. അത് നമ്മുടെ പുറകെ ഉണ്ടല്ലോ. അതിലെ ചുറ്റിപ്പോകൂ. എന്താ വിശേഷം? മിസ് പ്രിയമതി ഒന്ന് കാണണം. പ്രിയമതിയോ? അതെ. അങ്ങനെ ഒരു പേരുകാരി ഇവിടെ ഇല്ലല്ലോ. മിസ് പ്രഭാവതി ഉണ്ടോ? അങ്ങനെയും ഒരാൾ ഇവിടെ ഇല്ല. മിസ് കലാവതിയോ? നിങ്ങൾക്ക് ഈ പേരെല്ലാം എവിടുന്ന് കിട്ടി? ഈ പേരുകാർ ആരും തന്നെ ഇവിടെ താമസമില്ല. എക്സ്ക്യൂസ് മീ. എന്തിനാ ഇവരെയൊക്കെ അന്വേഷിക്കുന്നത്? ഒരു ചെറിയ കാര്യമുണ്ടായിരുന്നു. ശല്യപ്പെടുത്തിയിൽ ക്ഷമിക്കണം. എക്സ്ക്യൂസ് മീ, റൂമുണ്ടോ ഇവിടെ? രാജനല്ലേ? അതെ. എന്നെ അറിയുമോ? ഓ ഗീത, നിങ്ങളിവിടെ? എനിക്ക് ഇവിടെയാണ് ജോലി. ഞാൻ ഇവിടുത്തെ റിസപ്ഷനിസ്റ്റാണ്. ഓഹോ, വളരെ സന്തോഷം. നിങ്ങൾ ഇപ്പൊ ഇവിടെ നിന്ന് വരുന്നു? ഞങ്ങൾ നാട്ടിൽ നിന്നും വരികയാണ്. ഇവിടെ 2-3 ദിവസം താമസിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. ഒരു ഡബിൾ റൂം കിട്ടിയിരുന്നെങ്കിൽ സൗകര്യമായിരുന്നു. തൽക്കാലം 2 സിംഗിൾ റൂം തരാം സാർ. ഡബിൾ റൂം ഒഴിയുമ്പോൾ അങ്ങോട്ട് മാറ്റാം. അതുപോലെ ഡബിൾ ആയാലും സിംഗിൾ ആയാലും എനിക്കൊന്ന് കിടന്നാൽ മതി. നിങ്ങൾ ആ താക്കോല് തരണം. ബോയ്, ആ 8ഉം 16 തുറന്നോളൂ. അയ്യോ, അത് തമ്മിൽ ഭയങ്കര ദൂരമില്ലേ സാർ? അത് സാരമില്ല സാർ, നല്ല സൗകര്യമുള്ള മുറികളാണ്. കൂടുതൽ എന്ത് സൗകര്യം വേണമെങ്കിലും ആവശ്യപ്പെട്ടാൽ മാത്രം മതി. സാർ, ലഗേജ് ലഗേജോ? ഉള്ള ലഗേജ് കൊണ്ട് എന്നോട് യാത്ര ചെയ്യാൻ പെടുന്ന പാട് നിങ്ങൾ ആ മുറിയിൽ കാണിച്ചത്. താങ്ക് യു. താങ്ക് യു. നിങ്ങൾ ഈ മുറിയിൽ താമസിച്ചോളൂ. വേണ്ട സാർ, ഞാൻ 16 താമസിച്ചു. ഇവിടെ തകരാണ്. ക്ഷമിക്കണം സാർ, ആണി പോയതാണ്. 30-ന്റെ ആണി പോയി. എന്റെ പ്രാണനല്ലേ പോയത്? ആ സ്ത്രീ എന്നെ കൊന്നില്ലെന്നേ ഉള്ളൂ. ഷോ കാണാൻ കൊള്ളാവുന്ന കാഴ്ചയാണോ കണ്ടത്? ഇതിപ്പരം എവിടെ അപ്പുറത്താണ്.